ഹായ് ഫ്രണ്ട്സ്, stylish.com എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു മാസ്കാണ്. ഇത് നമ്മൾ മിഷ്യത്തേലൊന്നും തൊട്ടിട്ടില്ല. ആർക്കും മെഷീൻ ഇല്ലെങ്കിലും എളുപ്പത്തിൽ ഇത് നമുക്ക് കൈകൊണ്ട് തയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ നമുക്ക് കൈകൊണ്ട് തയ്ക്കാം. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ഇത് 7 ഇഞ്ച് നീളത്തിലും ഒരു 7 ഇഞ്ച് 7.5 ഇഞ്ച് വീതിയിലും 8 ഇഞ്ച് നീളത്തിലും തുണി എടുക്കുക. എന്നിട്ട് ഇതിനെ കറക്റ്റ് ലെവൽ ചെയ്ത് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ മുറിയാത്ത വശമാണ്. 7.5 ഇഞ്ച് വീതി 8 ഇഞ്ച് വീതി ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റും എന്ത് ചെയ്യണം, ഈ സൂചി നൂലും വെച്ച് തയ്ച്ചെടുക്കണം. കെട്ടിടണയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഒരു പ്രാവശ്യം കൂടി തയ്ച്ചാൽ മതി. ഇത് കണ്ടോ, നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ തുമ്പത്തൂടെ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ദിവസം എന്നിട്ടതിനെ ഒരു ശകലം ഇങ്ങനെ ഹോളിട്ടിട്ട് നിർത്തണം. എന്നിട്ട് നമ്മളിതിനെ ഈ തുണീനെ മറച്ചിടണം. ഇതിൻ്റെ ചീത്തപ്പുറത്താണ് തയ്ച്ചിരിക്കുന്നത്, കണ്ടോ. ഇങ്ങനെ നിറച്ചിട്ടിട്ട് നന്നായിട്ടിത് തേച്ച് കൊടുക്കണം. നന്നായിട്ട് അരികും മൂലയെല്ലാം വലിച്ച് നല്ല ഇതായിട്ട് വയ്ക്കണം. കണ്ടോ, നമ്മളതിവിടെ ചെറുങ്ങനെ ഇങ്ങനെ മടക്കി തേച്ച് കൊടുക്കുക.
തേച്ചിട്ട് ഇതിൻ്റെ നേരെ പകുതി ഇങ്ങനെ വയ്ക്കുക. ഇവിടെ വേണമെങ്കിൽ ഈ ചോക്ക് കൊണ്ട് ഇങ്ങനെ നേർ പകുതിനെ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇതിൻ്റെ നേരെ പകുതി ഇങ്ങനെ എടുക്കുക. ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലും വരച്ചു കൊടുക്കുക. ഇതിന് നിവർത്തിയിടുക. എന്നിട്ടിത് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക. അതിൻ്റെ സെൻറ്ററിലേക്ക് രണ്ട് സൈഡിൽ നിന്നും എടുത്ത് ഇങ്ങനെ വയ്ക്കുക. വെച്ചിട്ട് നമ്മളതിങ്ങനെ സ്വല്പം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അടിക്കുകയോ അല്ലെങ്കിൽ തയ്ക്കുകയോ ചെയ്യാം. കണ്ട കെട്ട് വീണിട്ട് ഇതിങ്ങനെ തന്നെ വയ്ക്കണം. തന്നെ വെച്ചിട്ട് അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ മുട്ടുസൂചി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരിയും കൂടി ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. കണ്ടോ? കെട്ടിടണം കൂടി കാണിക്കാം. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ നൂലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെച്ച് കെട്ടിടുക. അടുത്തത് അതുപോലെ തന്നെ വയ്ക്കുക. ഇങ്ങനെ ഒന്നിച്ച് കൂട്ടി വയ്ക്കുക. ഇതിൻ്റെ മുകളിലേക്കും വയ്ക്കുക. ഇതിൻ്റെ മുകളിലേക്കും വയ്ക്കുക. എന്നിട്ട് ഇതിനെ ഇതിങ്ങോട്ട് മടക്കുക. നിങ്ങളത് ഇവിടെ വേണമെങ്കിൽ ആദ്യം ഒരു സെൻറ്ററിലേക്ക് ഒരു കുത്ത് കൊടുത്തു. സെൻറ്ററിൽ ആദ്യം ഇങ്ങനെ തയ്ച്ച് അവിടെ വയ്ക്കുകയാണെങ്കിൽ ആ സെൻറ്ററിലത്തെ അങ്ങോട്ട് മാറില്ല. എന്നിട്ട് ഇവിടെ കെട്ടിടണം. അല്ലെങ്കിൽ ഇപ്പം അവിടെ കറക്റ്റായിട്ടിരുന്നു. കണ്ട, നമ്മൾ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമ്മൾ മാസ്ക് തയ്ച്ചു കഴിഞ്ഞു. ഇനി ഒരു 8 ഇഞ്ച് നീളത്തിൽ ഇലാസ്റ്റിക് എടുത്തിട്ട് ഒരു പിന്നിനകത്ത് കോർത്ത് നമ്മൾ വേണ്ട ഇങ്ങനെ ഇങ്ങനെ എടുത്ത് നമ്മളിത് ഇതിൻ്റെ തുമ്പ് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ടാൽ മതി. അപ്പോൾ നമുക്ക് മെഷീനും വേണ്ട,
കൈത്തുന്നുന്ന സൂചി ഉണ്ടെങ്കിൽ ഇതുപോലെ വെട്ട് കഷ്ണം നമുക്ക് കടയിൽ നിന്ന് നമ്മൾ തയ്ക്കണ കടയിൽ നിന്ന് 2-3 എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ വയ്ക്കാം. ഇപ്പം അറിയാലോ ഫംഗസൊക്കെ വരണേ, അത് മാസ്കിൽ നിന്നും വരുന്നതാണെന്നാണ് പറയണ. വെളുത്ത ഫംഗസ്, കറുത്ത ഫംഗസ് എന്നൊക്കെ പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഇതുപോലെ തുണി കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് കഴുകി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. മറ്റേതാകുമ്പോഴാണ് വേർപ്പിരുന്ന് നമ്മൾക്കത് കളയാൻ തോന്നില്ല, അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഫംഗസ്, കറുത്ത ഫംഗസ്, വെളുത്ത ഫംഗസ് എന്ന് പറയുന്ന ആശം വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി എളുപ്പത്തിൽ കഴുകി ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കണ്ട ഇതുപോലെ 2 സൈഡിലും ഇലാസ്റ്റിക് വെക്കണം. എന്നിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇത് കണ്ട ഞാൻ വെച്ച് കാണിക്കാം. കണ്ട എളുപ്പമല്ലേ? കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എളുപ്പമാണ്. നിങ്ങൾ ഇതുപോലെ തയ്ക്കാൻ നോക്കുക, തയ്ക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.